അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. പഴംപൊരിയും അതുപോലെ നല്ല ബീഫ് വരട്ടിയതും ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? നമുക്കിന്ന് നാടൻ സ്റ്റൈലിലുള്ള നല്ല ബീഫ് വരട്ടിയതും അതുപോലെ പഴംപൊരിയും ഉണ്ടാക്കിയെടുത്താലോ. പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം 1/2 കപ്പ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് ആവശ്യമായിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് മൈദപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് പഴംപൊരിക്ക് കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ബാറ്ററിൻ്റെ ടെക്സ്ചർ വേണ്ടത്. നിങ്ങൾക്കിത് കുറച്ചും കൂടി കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ടിയാക്കി വെക്കാം. ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുക്കാം. ശേഷം ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഈ വെളിച്ചെണ്ണക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പകുതി ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കുറച്ച് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3 തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ഈ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ബീഫിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് വെന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല രീതിക്ക് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവർക്കും ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവർക്കും നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം.
4 വിസിൽ വന്നപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫ്. പിന്നെ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് ബീഫ് ഇത്ര വേവിച്ചെടുത്തിട്ടുള്ളത്. ഇറച്ചി എത്ര വെന്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 6 വിസിൽ വരുന്നത് വരെക്കും ഞാനൊന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാ ബീഫൊക്കെ വെന്ത് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കിട്ടണം കേട്ടോ. എന്നിട്ട് നല്ല ബീഫ് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഈ കറി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. പഴം പൊരിക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ 1 കിലോ പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലിയൊക്കെ ഊരി മാറ്റിയിട്ട് നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു 4 സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം ഒരു പഴത്തിന്. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. 1 കിലോ പഴം പൊരിക്കാനുള്ള ബാറ്ററാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ പഴവും കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു പാനിലേക്ക് പഴം മുങ്ങാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കാം. ഈ ബാറ്റർ ചെറുതായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം എടുത്തിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒന്ന് മാത്രം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എത്ര കൊള്ളും അത്ര പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കണ്ട കുറച്ചൊന്ന് പൊന്തി വന്നിട്ട് എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു വെറൈറ്റി ആരാണ് ഇഷ്ടപ്പെടാത്തത്? നല്ല എരിവും അതുപോലെ നല്ല മധുരമൊക്കെ ചേർന്നിട്ട് ഈ ബീഫ് റോസ്റ്റും പഴംപൊരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമല്ലേ ഇത്. അതുപോലെ ഞാൻ ഉണ്ടാക്കിയതുപോലത്തെ ബീഫ് റോസ്റ്റുകൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.